Welcome to Vinu R VV channel. Thanks for your support and ഞാൻ പറഞ്ഞതുപോലെ ന്യൂ ഇയറിൽ വെൽക്കം ബാക്ക് ചെയ്തിട്ടുണ്ട് പുതിയ ടോപ്പിക്കുമായിട്ട്. സസ്റ്റൈനബിൾ ലിവിങ് എവിടെ തുടങ്ങാം എന്ന് വിചാരിച്ചു. തുടങ്ങാൻ ഒത്തിരി സ്ഥലങ്ങളുണ്ടല്ലോ. ഗ്രീൻ ബിൽഡിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യണോ, അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതികൾ അവിടെ സ്റ്റാർട്ട് ചെയ്യണോ, എവിടെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു സ്ഥലം നമുക്ക് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഏരിയ ഉണ്ട്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പ്ലാസ്റ്റിക്. എല്ലാവർക്കും അറിയാമായിരിക്കും പ്ലാസ്റ്റിക്കിൻ്റെ ദോഷങ്ങളെ കുറിച്ചൊക്കെ. നെറ്റിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയാസിലൊക്കെ അത് ആൾക്കാരിങ്ങനെ സ്ഥിരം പ്ലാസ്റ്റിക്സിനെ കുറിച്ച് പറയാറുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ദോഷങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ തിങ്ക് എൻ്റെ കൊച്ചുനാട്ടിൽ ഞാൻ പ്ലാസ്റ്റിക് ഇല്ലാത്ത ഒരു കാലത്ത് ജീവിച്ചിരുന്ന ഒരാളാണ്. എൻ്റെ ഏജ് 47+ ആണ്. അപ്പം എൻ്റെ കൊച്ചുകാലത്ത് ഞാൻ പ്ലാസ്റ്റിക്സ് കണ്ടിട്ടില്ല. ഞാൻ ഏത് പുഴയിൽ പോയാലും ഏത് കുളത്തിൽ പോയാലും എനിക്ക് കുളിക്കാൻ പറ്റും. അവിടെ പായൽ കാണും, ചെളി കാണും, അല്ലാതെ പ്ലാസ്റ്റിക്സ് കാണാറില്ല. ഇന്ന് ഏത് കുളത്തിൽ പോയാലും ഏത് റിവറിൽ പോയാലും ഈവൻ കാട്ടിൻ്റെ അകത്ത്, എൻ്റെ ഒരു ഡൗട്ട് ആമസോൺ ഫോറസ്റ്റിൻ്റെ അകത്ത് പോയാലും ചിലപ്പം പ്ലാസ്റ്റിക്സ് കാണുമെന്നാണ്. അത്രയ്ക്ക് പ്ലാസ്റ്റിക്സ് ആണ്. എൻ്റെ കൊച്ചുനാളിൽ അമ്മ ഇങ്ങനെ സഞ്ചി തന്നയക്കും, ഇതിൽ സാധനം വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് പറയും. അതെങ്ങനെ മാറി എന്ന് വെച്ചാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പം അമ്മ പറയും പോയി സാധനം മേടിച്ചിട്ട് വന്ന് സഞ്ചി തരും. അപ്പോൾ സഞ്ചി നോക്കിയിട്ട് അയ്യേ എനിക്ക് സഞ്ചി വേണ്ട, സാധനം കവറിൽ മേടിച്ചിട്ട് വരാം. അതൊരു സ്റ്റൈലിഷ് വേ ഓഫ് ലൈഫായിട്ട് നമ്മൾ കരുതിയിരുന്ന കാലമാണ്. സഞ്ചി ഒരു അൺസിവിലൈസ്ഡ് റൈറ്റ്. നമുക്ക് കവർ, നല്ല വൈറ്റ് പ്ലാസ്റ്റിക് കവർ കടയിൽ തന്നെ തരും. നമുക്ക് കൈ വീശിയിട്ട് പോയാൽ മതി, കടയിൽ നിന്നുള്ള സാധനം ഇട്ട് തരും, നമുക്ക് മേടിച്ചിട്ട് വരാം. ഹൗ സിമ്പിൾ. അതൊരു സ്റ്റൈലിഷ് ആയിരുന്നു. നമ്മൾ സൈക്കിളിലും ബൈക്സിലൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ കവറൊക്കെ കെട്ടി വരുമ്പം ഒരു സുഖമാണ്. ഒരു സഞ്ചിയും തൂക്കിക്കൊണ്ട് ഒരാൾ നടക്കുന്നത്, ചിലപ്പോൾ അതിലൊക്കെ കുറച്ച് അഴുക്കൊക്കെ കാണും, കറയൊക്കെ കാണും. അത് ബാഡ് എന്ന് വിചാരിച്ചിരുന്ന നമ്മുടെ ഒരു കാലം ഉണ്ടായിരുന്നു. അവിടെ തുടങ്ങിയതായി പ്ലാസ്റ്റിക് റെവല്യൂഷൻ. ഇപ്പം എന്തായി? എല്ലാ സ്ഥലത്തും പ്ലാസ്റ്റിക്കാണ്. എല്ലാ സ്ഥലത്തും പ്ലാസ്റ്റിക്. കുളത്തിൽ കുളിക്കാൻ പോകുന്ന കുളത്തിൽ പ്ലാസ്റ്റിക്കാണ്. വെള്ളത്തിൽ, കുടിക്കുന്ന വെള്ളത്തിൽ പ്ലാസ്റ്റിക്കാണ്. ബോട്ടിൽഡ് വാട്ടർ, മൈക്രോ പ്ലാസ്റ്റിക്. എന്തിന്? ക്ലൗഡ്സിലും മൈക്രോ പ്ലാസ്റ്റിക് ആയി എന്നൊക്കെ സ്റ്റഡീസ് പറയുന്നുണ്ട്. ഇതെല്ലാത്തിനും മേലിൽ ഒരു ജർമ്മൻ സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ച ഒരു സംഭവം, പ്ലാസൻറ്റ, കൊച്ചു ഉണ്ടാവുന്ന അമ്മയുടെ വയറ്റിൻ്റെ അകത്ത് വരെ മൈക്രോ പ്ലാസ്റ്റിക് എത്തി. ഇനി ദൈവവിശ്വാസമുള്ളവർക്ക് ഹെവനിൽ പോയാലും ചിലപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് കാണേണ്ടി വരും. അത്രയ്ക്ക് നമ്മൾ പ്ലാസ്റ്റിക്സ് വേൾഡ് മൊത്തവും സീയുടെ അടിയിൽ, അകത്ത്, ഫുഡിൽ. നിങ്ങൾ പ്ലാസ്റ്റിക് കണ്ണുമുമ്പേ തന്നെ കാണുമെന്നില്ല. കഴിക്കുന്ന ഫുഡിൻ്റെ അകത്ത് മൈക്രോ പ്ലാസ്റ്റിക്സ് ഉണ്ടാവും. നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. നമ്മളെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു സ്കാനിങ് മെഷീൻസ് ഭാവിയിൽ വന്നേക്കാം. അത് വെച്ച് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എത്രമാത്രം പ്ലാസ്റ്റിക്സ് നമ്മുടെ ബോഡിക്കകത്ത് അക്കുമുലേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. എത്ര കാലം നമുക്ക് ജീവിച്ചിരിക്കാൻ പറ്റുമെന്ന് വരെ ചിലപ്പോൾ അത് പറയുമായിരിക്കും. നിങ്ങളുടെ ബോഡിയിൽ ഇത്ര പ്ലാസ്റ്റിക്സ് നിങ്ങളുടെ വയറ്റിനകത്തുണ്ട്, നിങ്ങൾ മിക്കവാറും ഒരു 10 വർഷം അല്ലെങ്കിൽ 5 വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം പോകുമായിരിക്കും, ചെയ്യേണ്ടതൊക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഷീൻസൊക്കെ ഈ ഭാവിയിൽ വരാം. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാര്യം ചെയ്യാൻ പറ്റും. പ്ലാസ്റ്റിക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ നമ്മളെ കൊണ്ട് പരമാവധി എത്രത്തോളം ഒഴിവാക്കാൻ പറ്റുമോ അത്രത്തോളം ഒഴിവാക്കുക. പിന്നെ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുക, നമ്മുടെ ഉത്തരവാദിത്വം. കാരണം ഇത് ഈ പറയുന്ന പോലെ നമ്മൾ ചെയ്യുന്നത് നമുക്ക് തിരിച്ചു കിട്ടുമല്ലോ. നമ്മൾ വിചാരിക്കുന്നു പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നു, എടുത്തങ്ങ് എറിയുന്നു, അത് എവിടെയോ പോകുന്നു, നമ്മൾ യൂസ് ചെയ്യുന്നില്ലല്ലോ. നമ്മൾ വേണമെങ്കിൽ ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ദൂരെ കൊണ്ട് നമുക്ക് എറിയാം, പിന്നെ പ്രശ്നമില്ലല്ലോ, നമ്മൾ കാണുന്നില്ലല്ലോ. പക്ഷേ അത് മണ്ണിൻ്റെ അടിയിൽ പോകുന്നുണ്ടായിരിക്കും. കൃഷി ചെയ്യുന്ന കൃഷിക്കാരുടെ മണ്ണിൻ്റെ അടിയിൽ പോകുന്നുണ്ടായിരിക്കും. കൃഷി ചെയ്ത് ഉണ്ടാവുന്ന ഒരു ഉരുളക്കിഴങ്ങ്, പൊട്ടറ്റോ, ടൊമാറ്റോ അല്ലെങ്കിൽ ഓണിയൻ അല്ലെങ്കിൽ ചീര,
ഏതിലെങ്കിലും രൂപത്തിൽ മൈക്രോ പ്ലാസ്റ്റിക് ആയിട്ട് നമ്മൾ കടയിൽ ചെന്ന് മേടിക്കുമ്പം നമ്മുടെ വയറ്റിൻ്റെ അകത്തും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ വയറ്റിൻ്റെ അകത്തും ഈസിലി പോകുന്നുണ്ടായിരിക്കും. സോ നമ്മൾ എന്താണോ ചെയ്യുന്നത് നമുക്കത് ഉറപ്പായിട്ടും തിരിച്ചു കിട്ടും. ഇറ്റ്സ് എ നാച്ചുറൽ സയൻസ് ആണ് അത്. സോ ആ ഉത്തരവാദിത്വം മനസ്സിലാക്കുക. നമ്മളെ കയ്യിൽ നിന്ന് പുറത്ത് പോകുന്നത് എത്രത്തോളം കുറയാൻ പറ്റുമോ അത്രത്തോളം കുറയ്ക്കുക. ലഞ്ച് ബാഗ്സൊക്കെ വാങ്ങിക്കേണ്ടി വന്നപ്പം ഞാൻ ജൂട്ട് ബാഗ്സ് വാങ്ങിക്കാൻ തീരുമാനിച്ചു. കടയിൽ ചെന്ന് സാധനം വാങ്ങിക്കുമ്പം പരമാവധി പ്ലാസ്റ്റിക് ഒഴിവാക്കുന്ന ഫുഡ്സൊക്കെയാണ് ഞാൻ മേടിക്കുന്നത്. ഈ എക്കോ ഫ്രണ്ട്ലി പ്ലാസ്റ്റിക്സ് പോലും അങ്ങനെ പോയാൽ പോലും കുഴപ്പമൊന്നുമില്ല, തൽക്കാലത്തേക്ക് അത് നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്യാം അത് വെച്ച്. പക്ഷെ നിങ്ങൾ ജസ്റ്റ് ചിന്തിക്കൂ, ഏതാണ് കാണാൻ ഭംഗി എന്നുള്ളത്. നമുക്ക് ഇതാണോ കാണാൻ ഭംഗി, അല്ലെങ്കിൽ ഇതാണോ കാണാൻ ഭംഗി? സി, ഇതിൽ ഏതാണോ കാണാൻ നിങ്ങൾക്ക് ഭംഗിയായിട്ട് തോന്നുന്നത് കൊണ്ട് നടക്കാൻ? പ്ലാസ്റ്റിക്സോ? എനിക്ക് തോന്നുന്നില്ല. ജൂട്ട് ബാഗ്സ് ഉണ്ട്, തുണി ബാഗ്സ് ഉണ്ട്. ഇപ്പം ജസ്റ്റ് 10 രൂപ 20 രൂപയ്ക്കൊക്കെ പേപ്പർ ബാഗ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. ട്രൈ ടു യൂസ് ദാറ്റ്. അതിലും ചില ദോഷങ്ങളുണ്ട്, അത് നമുക്ക് വഴിയെ കാണാം. പക്ഷേ പ്ലാസ്റ്റിക്കിനെ കൊണ്ടുള്ള ദോഷം എങ്ങനെ ഒഴിവാക്കാം എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കൂ. ഇതാരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ചെന്നിരുന്ന് ആലോചിക്കൂ. പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇത് വേണോ വേണ്ടേ എന്ന് ആലോചിക്കൂ. എന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ബൈക്കിലോ കാറിലോ സൈക്കിളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ നടന്നു പോകുന്നവരാണെങ്കിൽ നിങ്ങളുടെ ബാഗിലോ ഒരു തുണി സഞ്ചി മടക്കി വയ്ക്കുക. നമ്മളെ അച്ഛനെയും അപ്പൂപ്പനെയും ആലോചിച്ച് നോക്കുക. അവർ അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ഐശ്വര്യമായിട്ട്. അവർ കംബാക്ക് ചെയ്താൽ നമ്മൾ എത്ര സന്തോഷമായിരിക്കും. അതുപോലെ അവർ നമ്മിലൂടെ കംബാക്ക് ചെയ്യട്ടെ. ലെറ്റ്സ് ലീവ് എ എക്കോ ഫ്രണ്ട്ലി ലൈഫ്. സേവ് അവർ എൻവയോൺമെൻറ്റ്. താങ്ക് യു.